നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 317 317. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 32-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. 8-ാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത്. ദ്വിപരാർത്ഥാവസാനേയ പ്രളയോ ബ്രഹ്മണസ്തുതേ താവദധ്യാസതേ ലോകം പരസ്യ പരചിന്തക. ഇതാണ് ശ്ലോകം. പരൻ്റെ പരമേശ്വര ഭാവനയുള്ളവർ, പരൻ്റെ ആത്മാവിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തെ പരമേശ്വര ഭാവനയുള്ളവർ യാതൊരുവരോ അവർ ദ്വിപരാർത്ഥാവസാനത്തിൽ ബ്രഹ്മാവിൻ്റെ പ്രളയം യാതൊന്നോ അതുവരെ ബ്രഹ്മലോകത്തെ അധിവസിക്കുന്നു. ഈശ്വരനെ അറിയുന്നവരെ ബ്രഹ്മലോകം അവസാനിക്കുന്നത് വരെ ബ്രഹ്മലോകത്ത് താമസിക്കാം. അതിൻ്റെ വാക്കാർത്ഥം കഴിഞ്ഞാൽ ഇനി ഭാവാർത്ഥം നോക്കിക്കോളൂ. പ്രസംഗവശാൽ, ഈ പ്രസംഗവശാൽ എന്നുള്ളത് ഒരു പ്രത്യേക യൂസേജാണ്. സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണത്. പ്രസംഗവശാൽ പ്രാപ്തമായിരിക്കുന്ന ബ്രഹ്മോപാസനയുടെ ഫലത്തെയും പറയുന്നു എന്നാണ് പറയണത്. യാതൊരുത്തർ ബഹുവചനം ബ്രഹ്മാവിനെ സർവേശ്വര ഭാവത്തോടുകൂടെ ഉപാസിക്കുന്നുവോ അവർ ബ്രഹ്മാവിൻ്റെ പ്രളയം വരെ ബ്രഹ്മലോകത്തിൽ വസിക്കുന്നു. 2 പരാർത്ഥകാലമാണ് ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം. ഒന്ന് രാത്രി, ഒന്ന് പകൽ, അത്രയേ ഉള്ളൂ. അതിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവ് ശ്രീ ഭഗവാനിൽ ലയിക്കും. ഇതാണ് ബ്രഹ്മപ്രളയമെന്ന് പറയപ്പെടുന്നത്. ബ്രഹ്മാവിനെ ഉപാസനം ചെയ്തുകൊണ്ട് ആയുഷ്കാലത്തെ കഴിച്ച ജീവാത്മാക്കൾ അവരുടെ ഉപാധിയോടുകൂടെ ബ്രഹ്മലോകത്തിൽ പരമസുഖാനുഭവത്തോടുകൂടെ ബ്രഹ്മപ്രളയം വരെ വസിക്കുമെന്ന് സാരം. 9-ാമത്തെ ശ്ലോകം 4 വരി ശ്ലോകമാണ്, ശ്രദ്ധിക്കുക. ശ്മാംഭോ അനലാനിലവിയന്മന ഇന്ദ്രിയാർത്ഥഭൂതാദിഭി പരിവൃതം പ്രതി സഞ്ചിഹീർഷു അവ്യാകൃതം വിശദിയർഹി ഗുണത്രയാത്മാ കാലം പരാഖ്യമനുഭൂയ പരം സ്വയംഭൂ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം യാതൊരു കാലത്തിൽ ഗുണത്രയ രൂപലോകത്തെ അഭിമാനിച്ചിരുന്നവനും, ഗുണത്രയം അതായത് പ്രകൃതിയുടെ ഗുണത്രയ രൂപലോകത്തെ അഭിമാനിച്ചിരുന്നവനും ഉത്കൃഷ്ടനുമായ ബ്രഹ്മാവ് ഭൂമി, ജലം, വന്നി, വായു, ആകാശം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ ഇവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനെ പ്രതിസംഹരിപ്പാൻ ഇച്ഛിക്കുന്നവനായിട്ട് പരമാവധി കാലത്തെ അനുഭവിച്ചതിൽ പിന്നെ അവ്യാകൃതം നിർവികാര സ്വരൂപത്തെ, അവ്യാകൃതം എന്ന് പറഞ്ഞാൽ എന്താ? നിർവികാരം, വികാരമില്ലാത്തതെന്നാ, അല്ലാണ്ട് കൃത്യമല്ലാത്തതെന്നോ കൃതമല്ലാത്തതെന്നോ അർത്ഥം പറയരുത്. ഓവർ സ്മാർട്ട്നെസ് പറ്റില്ല അവിടെ. അപ്പോൾ അവ്യാകൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർവികാര സ്വരൂപത്തെ, ഭഗവാൻ നിർവികാരനാണ്. അപ്പോൾ വികാരം കൊണ്ടിട്ട് കാര്യമില്ല എന്നുള്ളത് സജ്ജനങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ചിലവർ ചോദിക്കും, താൻ എന്താ ഇത് പിന്നെ എതിരഭിപ്രായം ഉണ്ടായിട്ടും പറയാതെ വേണ്ടിയിരുന്നത് എന്നൊക്കെ ചോദിക്കും. നിർബന്ധമില്ല, പറഞ്ഞോളണമെന്ന് നിർബന്ധമില്ല. ആരോട് പറയാം, ആരോട് പറയരുത്, ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ നിർവികാര സ്വരൂപത്തെ പ്രവേശിക്കുന്നു, അതാണ് വേണ്ടത്.
ഈ നിർവികാര സ്വരൂപത്തെ പ്രാപിക്കലാണ് മുമുക്ഷുത്വം, പുനരഭിജനനം ഇല്ലാത്ത അവസ്ഥ. അപ്പം ഇവിടെ നിർവികാര സ്വരൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ലയിക്കുക എന്നർത്ഥമായി. ബ്രഹ്മത്തിൽ ലയിക്കുക. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ദ്വിപുരാർത്ഥകാല സ്വരൂപത്തെയും ബ്രഹ്മാവിൻ്റെ ലയത്തെയും ലക്ഷണപൂർവം വിവരിക്കുന്നു എന്നാ. ലക്ഷണം ഗുണത്രയാത്മകമായ പ്രപഞ്ചം സ്വശരീരമെന്നുള്ള അഭിമാനത്തോടു കൂടിയിരിക്കുന്ന പരമചൈതന്യത്തെ ബ്രഹ്മാവെന്ന് പറയുന്നു. കുറച്ച് ടിക്കിളിഷായിട്ടുള്ള കാര്യം കേട്ടോ. ഗുണത്രയാത്മകമായ പ്രപഞ്ചം സ്വശരീരമെന്നുള്ള അഭിമാനത്തോടു കൂടിയിരിക്കുന്ന പരമചൈതന്യത്തെ ബ്രഹ്മാവെന്ന് പറയുന്നു. ആ ദേവൻ്റെ പരമാവധി ഭൂതനായ കാലത്തിന് ദ്വിപുരാർത്ഥകാലമെന്ന് പേർ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങളായ ശബ്ദാദികൾ, അഹങ്കാരം എന്നിവയോടുകൂടിയ ബ്രഹ്മാണ്ഡമാകുന്ന സ്വശരീരത്തെ സംഹരിപ്പാൻ ആഗ്രഹിക്കുന്നവനായിട്ട് ഇന്ദ്രാദിദേവന്മാരിൽ വെച്ചും ഉത്കൃഷ്ടനായിരിക്കുന്ന ബ്രഹ്മദേവൻ സർവവികാരശൂന്യമായിരിക്കുന്നതിനാൽ അവ്യാകൃതമെന്ന് പറയപ്പെടുന്ന പരമേശ്വരനെ ഏത് കാലത്തിൽ പ്രാപിക്കുന്നുവോ, പരമേശ്വരനിൽ സ്വചേതനം ലയിക്കുന്നുവോ, അതിനെ ബ്രഹ്മപ്രളയമെന്ന് പറയുന്നു. ബ്രഹ്മാവിന് ഈ ഇച്ഛയുണ്ടാകുന്നത് സൃഷ്ടി ആരംഭിച്ചിട്ട് ദ്വിപുരാർത്ഥകാലം കഴിയുമ്പോഴാണ്. അതിനാൽ ഈ കാലത്തെ ബ്രഹ്മാവിൻ്റെ പരമായുസ്സായിട്ട് ഗണിച്ചിരിക്കുന്നു. അതായത് പരാർത്ഥം എന്ന് പറഞ്ഞാൽ കോടി കോടി മനുഷ്യ ദിവസങ്ങൾ എന്നർത്ഥം പറയണം. 10ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഏവം പരേത്യ ഭഗവന്ധമനുപ്രവിഷ്ട യേ യോഗിനോ ജിതമരുൻ മനസോ വിരാഗാഃ തേനൈവ സാകം അമൃതം പുരുഷം പുരാണം ബ്രഹ്മപ്രധാനമുപയാന്ത്യഗതാഭിമാന. ഇതാണ് ശ്ലോകം. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഇപ്രകാരം മരണാനന്തരം ഭഗവാനെ, അതായത് ബ്രഹ്മാവിനെ അനുപ്രവേശിച്ചവരും ജയിച്ചിരിക്കുന്ന പ്രാണനെയും മനസ്സോടുകൂടിയവരും ആഗ്രഹമില്ലാത്തവരും അഭിമാനം നശിക്കാതിരുന്നവരുമായിരിക്കുന്ന യാതൊരു യോഗികളോ അവരും ആ ദേവനോടുകൂടെ തന്നെ ആനന്ദസ്വരൂപനും പുരാതനനും വ്യാപകനും മുഖ്യനുമായ പുരുഷനെ പ്രാപിക്കുന്നു. അതായത് സാക്ഷാൽ ശ്രീഹരിയിൽ ലയനം പ്രാപിക്കണമെന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ബ്രഹ്മാവിനോടുകൂടെ തന്നെ ബ്രഹ്മ ഉപാസകന്മാരും മുക്തിയെ പ്രാപിക്കുന്നുവെന്നതിനെ വിവരിക്കുന്നു. അതായത് മുക്തി, മോക്ഷം. ബ്രഹ്മാവിനെ പരമേശ്വര ഭാവനയോടുകൂടി ഉപാസന ചെയ്തുകൊണ്ട് ജീവിതകാലത്തെ കഴിച്ച് ഭൗതികത്തെ ഉപേക്ഷിച്ച ശേഷം ആധ്യാത്മികം ബാക്കി, ആ ഉപാസനയാൽ പ്രാപ്യസ്ഥാനമായ ബ്രഹ്മലോകത്തെ പ്രാപിച്ചും അവിടെയുള്ള സുഖത്തിൽ ആഗ്രഹത്തോടും ആ സ്വരൂപത്തിൽ അഭിമാനത്തോടും കൂടിയിരുന്ന യോഗികൾ ഇപ്പോൾ പ്രാണജയദ്വാര മനസ്സിനെയും ജയിച്ചവരായതിനാൽ ആ സ്ഥാനത്തിലും രൂപത്തിലും സുഖാനുഭവത്തിലും ആശയും അഭിമാനവും നശിച്ചവരായി. ഈ അഭിമാനവും ആശയും നശിച്ചാലാണ് മോക്ഷമുള്ളൂ. നശിച്ചവരായി ഭവിച്ചിരിക്കയാൽ ബ്രഹ്മാവിനോടുകൂടെ അവരും പരമപുരുഷാർത്ഥ ഫലഭൂതനും, ആ വാക്ക് ശ്രദ്ധിക്കണം, പരമപുരുഷാർത്ഥ ഫലഭൂതനും ആനന്ദസ്വരൂപനും നിത്യനുമായ ഭഗവാനോട് ചേരുന്നു. പിന്നെ അവർക്ക് സംസാരപ്രാപ്തി ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. പെണ്ണ് എഴുതാതെ ഉണ്ടായി, അപ്പോൾ എഴുതണ പെണ്ണെടുക്കുക ഉള്ള പരിപാടിയല്ല. അവരെനിക്കട്ടെ.
ഇനി 11ാമത്തെ ശ്ലോകം, അത് പിന്നെ 2 വരിയാണ്. അധതം സർവഭൂതാനാം ഹൃത്പത്മേഷു കൃതാലയം ശ്രുതാനുഭാവം ശരണം വ്രജ ഭാവേന ഭാമിനി. അതിനാൽ ഹേ പരമശുദ്ധേ, അമ്മോടാണ് പറഞ്ഞത്. കപില മഹർഷി അമ്മയോട് ദേവഹൂതിയോട് പറയാണ്, പരമശുദ്ധേ. ഭാമിനി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഭാമിനി എന്ന് പറഞ്ഞാൽ ഹേ പരമശുദ്ധേ, സകല ഭൂതങ്ങളുടെ ഹൃദയപത്മങ്ങളിൽ. അത് ഭാഗവതം നിങ്ങൾ ഏത് സ്കന്ധം എടുത്തോളൂ, അമ്പലം എന്ന് പറയണില്ല. ഭഗവാൻ ഹൃത്പത്മേഷു, ഹൃദയപത്മങ്ങളിൽ. എന്താ അങ്ങനെ പ്ലൂറിൽ പറയാൻ കാരണം? എനിക്കിഷ്ടമില്ലാത്തവരിലും ഭഗവാനുണ്ട്, പക്ഷെ ഭാഗവതീയത ഉണ്ടാവില്ല അവർക്ക്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ കൃതാലയം നിവസിക്കുന്നവനും കേൾക്കപ്പെട്ട അനുഭവത്തോടു കൂടിയവനുമായ ആ പരമപുരുഷനെ പരമപ്രേമത്തോടെ ശരണം പ്രാപിച്ചാലും. അതുകൊണ്ടാണ് ഈ ശ്രീകോവിലിന് മുമ്പ് പോയി കരയരുത്. വിളക്ക് കൊളുത്തി ഫോട്ടോൻ്റെ മുമ്പിലിരുന്ന് കരയരുത്. ആചാര്യന്മാരുടെ മുമ്പിൽ കരയരുത്. ഭക്തന്മാരുടെ മുമ്പിൽ കരയരുത്. ആരുടെ മുമ്പിലും കരയരുത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ബ്രഹ്മാവിനെ സർവേശ്വര ഭാവനയാ സേവിക്കുന്നവർ ബ്രഹ്മാവിനോടുകൂടെ ഭഗവാനെ പ്രാപിക്കും. ഭഗവാനെ തന്നെ നേരിട്ട് ഭജിക്കുന്നവർ അവരുടെ ഭൗതിക ത്യാഗാനന്തരക്ഷണം, അതായത് ഈ ശരീരത്തിനെ എപ്പോൾ നമ്മൾ ത്യാഗം ചെയ്യണമെന്ന് അർത്ഥം വാക്ക്. അക്ഷണം ഭഗവാനോട് ചേരുന്നു. അതിനാൽ പരിശുദ്ധയായ ഹേ മാതാവേ, സകല ഭൂതങ്ങളുടെ ഗുഹയിൽ അഭേദേന നിരന്തരം പ്രകാശിക്കുന്ന ആ പരമപുരുഷനെ തന്നെ പരമപ്രേമലക്ഷണയായ ഭക്തിയോടുകൂടെ ശരണം പ്രാപിച്ചാലും ആ ഭഗവാന്റെ മാഹാത്മ്യം ഏതുവിധമാണെന്ന് എന്നിൽ നിന്ന് കേട്ടതിനെ മനനാദികളാൽ ഉറപ്പിച്ച് ഭക്തവത്സലനായ പരമേശ്വരനെ സർവോപരിയായി സ്നേഹിച്ചുകൊണ്ട് പരമപ്രാപ്യസ്ഥാനമായി ആശ്രയിച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞത്. ഇനി 12, 13, 14 3 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പോകും. ആദ്യ സ്ഥിരചരാണാം യോ വേദഗർഭസഹർഷിഭി യോഗേശ്വരേ കുമാരാധേ സിദ്ധൈരോഗപ്രവർത്തകൈ ഭേദദൃഷ്ട്യാഭിമാനേന നിസ്സംഗേനാഭികർമ്മണാം കർത്തൃത്വാത് സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷഭം സസംസൃത്യ പുനഃ കാലേനേശ്വരമൂർത്തിനാം ജാതേ ഗുണവ്യതികരേ യഥാപൂർവം പ്രജായതേ. എന്തൊക്കെയാ പറയണത് അല്ലേ? കുറച്ചൊരു ശ്രദ്ധയുണ്ടെങ്കിൽ പരമസൗഖ്യത്തോടു കൂടി ജീവിക്കാം എല്ലാവർക്കും. ശ്രദ്ധിക്കുക, സ്ഥിരങ്ങളുടെയും ചരങ്ങളുടെയും, അതായത് സ്ഥിരങ്ങൾ ചലിക്കുന്നതും ചലിക്കാത്തതും എന്നർത്ഥം. ആദിഭൂതനും വേദം ഗർഭത്തിൽ അടങ്ങിയിരിക്കുന്നവനുമായ ഭഗവാൻ ആരാ? വേദഗർഭൻ. വേദമാണ് ഗർഭത്തിൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഉള്ളിൽ എന്നർത്ഥം, ബുദ്ധിയിൽ. വേദഗർഭത്തിൽ അടങ്ങിയിരിക്കുന്നവനുമായ യാതൊരുവൻ സംശയരഹിതമായിരിക്കുന്ന, നിസ്സംഗേന, സംശയമില്ല, സംശയരഹിതമായിരിക്കുന്ന കർമ്മത്തോടുകൂടിയവനായിരുന്നിട്ടും കർത്തൃത്വം ഹേതുവായിട്ട് ഭേദഭാവനയോടുകൂടിയ അഭിമാനത്താൽ യോഗേശ്വരന്മാരും യോഗത്തെ പ്രവർത്തിപ്പിക്കുന്നവരും സിദ്ധന്മാരുമായ സനൽകുമാരാദികളോടുകൂടെ ഉത്കൃഷ്ട ഗുണയുക്തനും, പിന്നെയോ പുരുഷോത്തമനും സർവവ്യാപിയുമായ ഭഗവാനെ പ്രാപിച്ചിട്ട്
പിന്നെയും കാലത്തിൽ ഈശ്വരസ്വരൂപമായ കാലത്താൽ, അതാണ് ഈശ്വരസ്വരൂപമായ കാലം, അതാണ് കാലാഹി കാലപുരുഷ എന്നൊക്കെ പറയണത്. കാലത്തിനെ പഴിക്കരുത്. അവരവർ ചെയ്ത തിന്മയ്ക്ക് അവരവർ ചെയ്ത നെഗറ്റിവിറ്റിക്ക് തിന്മ അനുഭവിക്കുമ്പോൾ ഈശ്വരനെ പഴിക്കരുത്. അത് അജ്ഞത കൊണ്ടാണ്. അപ്പോൾ കാലത്താൽ ഗുണങ്ങളുടെ സമ്മേളനം സംഭവിക്കുമ്പോൾ മുമ്പത്തെ പോലെ ജനിക്കുന്നു. അവ ജനിക്കാണ്ടിരിക്കണം, അതാണ് ആവശ്യം. ഇനി ഇതിൻ്റെ എന്താ പറയുക, ഭാവാർത്ഥം, സർവത്തെയും ഭഗവാനെന്നു മാത്രം അറിയുന്നതല്ലാതെ ഭഗവത് ഭിന്നമായിട്ട് ഭാവനയുണ്ടായതിനാൽ, എന്താ അങ്ങനെ പറയാൻ കാരണം, നെഗറ്റിവിറ്റി എന്നർത്ഥം, ബ്രഹ്മവാദികൾക്ക് കൂടെ പുനരാവൃത്തി ഭവിക്കുന്നു. പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് പറയണമോ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സർവാത്മഭാവേന ഭജിക്കണമെന്ന് ഉപദേശിക്കുന്നു. അതായത് ആത്മഭാവേന ഭജിച്ച പിന്നെ പുനരഭി ജന്മമില്ല. ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം. കാരണം ഈ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് തോന്നുന്ന ചില വൈകാരികത അല്ലാത്ത വിചാരശീലമായിട്ടുള്ള അർത്ഥങ്ങൾ എനിക്ക് തന്നെ രണ്ടാമത് പറയുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് ഞാൻ ഈ എഴുതി വയ്ക്കണത്. എന്നിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ സർവാത്മഭാവേന ഭജിക്കണം എന്ന് പറഞ്ഞാൽ ലൗകികത്തിൽ പാടില്ല എന്നർത്ഥം. ലൗകിക ചിന്തകളിൽ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ സ്ഥിരങ്ങളും ചരങ്ങളുമായ ലോകങ്ങളുടെ ആദിയിലുണ്ടായ ബ്രഹ്മാവും കൂടെ അഭിമാനത്താൽ സംഭവിച്ച ഭേദഭാവനയാൽ വീണ്ടും ബ്രഹ്മാവായിട്ട് തന്നെ അവതരിക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ വേദം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വേദം ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ, അതാണ് വേദഗർഭൻ എന്ന് പറയുന്നത്. അതിനാൽ ജ്ഞാനസ്വരൂപൻ എന്ന് തന്നെ പറയാം. ബ്രഹ്മാവ് ജ്ഞാനസ്വരൂപനാണ്. യോഗേശ്വരന്മാരും ലോകത്തിൽ യോഗത്തെ പ്രവർത്തിപ്പിക്കുന്നവരും ആത്മഭൂതന്മാരുമായ സനകാദിയോഗികളും ഋഷികളും ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചവരാകുന്നു. സൃഷ്ടിവ്യാപാരത്തിൽ നിന്ന് ഫലം സിദ്ധിക്കണമെന്നുള്ള കൽപ്പന കൂടാതെ തന്നെ ലോക സൃഷ്ടി ചെയ്യുന്നു എങ്കിലും ഞാനാണ് സൃഷ്ടിക്കുന്നവനെന്ന് അഭിമാനിക്കുക നിമിത്തം ഈശ്വരനിൽ ലയിച്ചതിൽ പിന്നെ രണ്ടാമതും ബ്രഹ്മാവായി അവതരിക്കുന്നു. എപ്പോൾ എന്നാൽ പറയാം, കേൾക്കുക. ഈശ്വരസ്വരൂപമായി തന്നെ ഇരിക്കുന്ന കാലത്തിൽ സകല ലോകത്തെയും അടക്കിയിരിക്കുന്ന പ്രകൃതിയുടെ ഗുണസാമ്യാവസ്ഥയ്ക്ക് ക്ഷോഭം സംഭവിക്കും. അപ്പോൾ സർവജീവസ്ഥാനഭൂതനായ ബ്രഹ്മദേവൻ ഭഗവാനിൽ നിന്ന് ഭിന്നനായി അവതരിക്കും, അല്ലെങ്കിൽ ഭഗവാനിൽ ലയിക്കും. സർവജീവശരീരാത്മകമായ ബ്രഹ്മാണ്ടത്തെ സ്വശരീരമായിട്ടും സൃഷ്ടിയിൽ കർത്തൃത്വം തനിക്കാണെന്നും അഭിമാനിച്ചതാണ് പുനരുത്ഭവത്തിന് കാരണം. ന ഇഹമാന പ്രജാസർഗം ബാധ്യേയം യദനുഗ്രഹാത് എന്ന് രണ്ടാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയും ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കർഹചിത് എന്ന് 2-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുമ്പോൾ ബ്രഹ്മാവിനെങ്ങനെ കർത്തൃത്വാഭിമാനം വന്നു എന്ന് സംശയിക്കാം. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനയും ഭഗവത് അനുഗ്രഹവും സൃഷ്ടിയിൽ ബന്ധമുണ്ടായി മോഹിക്കപ്പെടാതിരിക്കണം എന്നാണ്. ന സർഗവിധിർ ബിർബന്ധോ അഭിസഞ്ചായതോ സഞ്ചായതേ എന്ന് അത് നാരദ ഭക്തി സൂത്രത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. അത് 13-ാം പദ്യത്തിൽ നിസ്സംഗേനാഭി കർമ്മണ എന്നതുകൊണ്ട് അനുവദിച്ചിരിക്കുന്നു. ഭഗവാന്റെ തന്നെ രജോഗുണ പ്രധാന ഭാവമായി സൃഷ്ടിയിലേർപ്പെടുന്ന ബ്രഹ്മാവിന് കർത്തൃത്വഭാവം ഒഴിച്ചുകൂടാത്ത നിജസ്വഭാവമാണത്. അതില്ലാതെ സംസൃതിയും ഉണ്ടാകില്ല.
അത് ബ്രഹ്മാവിൻ്റെ പുനരുൽപ്പത്തിക്ക് ഔപചാരിക കാരണമായി പറഞ്ഞിരിക്കുന്നുവെന്ന് മാത്രം. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 15-ാമത്തെ ശ്ലോകം. ഐശ്വര്യം പാരമേഷ്ട്യം ചാതേ അഭിധർമ്മവിനിർമ്മിതം നിഷേവ്യ പുനരായാന്തി ഗുണവ്യതികരേ സതി. അതിൻ്റെ വാക്കാർത്ഥം, അവരും ധർമ്മത്താൽ നിർമ്മിക്കപ്പെട്ടതും പരമേഷ്ഠിയെ സംബന്ധിച്ചിരിക്കുന്നതുമായ ഐശ്വര്യത്തെ അനുഭവിച്ചിട്ട് ഗുണസമ്മേളനം സത്തായിരിക്കുമ്പോൾ വീണ്ടും ആഗമിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം അറിയണം. എന്താ അത്? ബ്രഹ്മലോകത്തെ പ്രാപിച്ചിരിക്കുന്ന ആ പുണ്യജീവന്മാരും അവരുടെ ധർമാനുഷ്ഠാനങ്ങളുടെ ഫലമായിരിക്കുന്നതും, ധർമാനുഷ്ഠാനങ്ങൾക്ക് ഫലമുണ്ട്, അധർമാനുഷ്ഠാനങ്ങൾക്കും ഫലമുണ്ട്. ബ്രഹ്മാവിൻ്റെ ലോകത്തിലുള്ളതുമായ സുഖസമൃദ്ധിയെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഗുണസമ്മേളനം നിമിത്തം പ്രകൃതിയിൽ ക്ഷോഭം സംഭവിക്കുകയും സൃഷ്ടി ആരംഭിക്കുകയും ചെയ്യുമ്പോൾ പിന്നെയും മനുഷ്യലോകത്തിലേക്ക് വരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. കാരണം ഇന്നലെ വൈകുന്നേരം അതിഗംഭീര മഴ, ലൈറ്റൊക്കെ പോയി, എൻ്റെ ഇൻവെർട്ടർ കേട്. അപ്പോൾ ഇതുണ്ട്, പിന്നെ ഗ്യാരണ്ടി ഉണ്ട്, അത് കാരണം അവർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ അത് ഏറ്റവും വലിയ തമാശ എന്താ വിചാരിച്ചാൽ, ലൈറ്റ് ഇടേണ്ട സമയത്തിന് മുമ്പേ മഴ തുടങ്ങി, കറണ്ട് പോയി. അപ്പോൾ ഒരു 9 മണിക്ക് വന്നു, പക്ഷേ 9:25 വരെ ഞങ്ങൾ അറിഞ്ഞില്ല. എന്നിട്ട് എൻ്റെ മൂത്ത ബ്രദറിനുള്ള ഗേറ്റ് അടയ്ക്കേണ്ട സമയത്താണ് ഞങ്ങളുടെ അവിടെ ലൈറ്റ് ഇല്ല. അപ്പോൾ ഫോൺ ചെയ്യണം, എന്താ ഇരുട്ടത്തിരിക്കണത് പോരെ. അപ്പോൾ ഈ എന്താണെന്നാ പറയുക, ഏതെങ്കിലും ഒരു ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വന്ന് അറിഞ്ഞേനെ, അതുണ്ടായില്ല. അതാ പറയാൻ കാരണം. അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ ഇന്ന് നേരം വിളിച്ചാകുമ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ടൈം കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇന്ന് പിന്നെ ഡോക്ടറെ അടുത്ത് പോകേണ്ട ദിവസമാണ്, മന്ത്ലി ചെക്കപ്പ്. അപ്പോൾ എല്ലാം കൂടി തിരക്കുമയം. അപ്പോൾ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് എന്താണെന്നാ പറയുക ആശംസിക്കുകയും, അതോടുകൂടി ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.